ഹല്ലേലൂയ. കർത്താവിൽ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 85 സങ്കീർത്തനം 12 തിരുവചനം. വലിയ വിശ്വാസത്തോടെ സങ്കീർത്തകൻ പ്രഖ്യാപിക്കുകയാണ്, കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ കർത്താവ് നമുക്ക് ആവശ്യമായ സകല നന്മകളും പ്രദാനം ചെയ്യും. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഈ വചനം നമ്മോട് പങ്കുവെക്കുന്നത്. ഏത് സാഹചര്യത്തിലും ദുഃഖമാകാം, ആനന്ദമാകാം, നൊമ്പരങ്ങളും മുറിപ്പാടുകളുമാകാം, വിജയമാകാം, പരാജയമാകാം, തകർച്ചകളാകാം, ഉയർച്ചകളാകാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് നേരത്തും കാലത്തും നമുക്ക് ആവശ്യമായ നന്മകൾ പ്രദാനം ചെയ്യുവാൻ വിശ്വസ്തനാണ് നമ്മെ വിളിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ്. ഈ വചനത്തിന് ഉറപ്പിൽ വിശ്വസിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സിന്റെ ഭാരങ്ങളും നമ്മുടെ ഹൃദയത്തിന് വിവിധങ്ങളായ ആകുലതകളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ മധ്യേ കർത്താവുണ്ട്. നമ്മോട് കൂടെ അവിടുന്ന് ചേർന്ന് നിൽക്കുകയാണ്. കഷ്ടതയുടെ കാലത്ത് ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഈ വാഗ്ദാന വചനം ഏറ്റെടുക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിനെ തിരിച്ചറിയുക. വലതുകരന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രകാരം പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. വചനത്തിന്റെ ആത്മാവായി വരണമേ. പ്രാർത്ഥനയുടെ ആത്മാവായി വരണമേ. കൃപയുടെ ആത്മാവായി വരണമേ. മഹത്വത്തിന്റെ ആത്മാവായി വരണമേ. സൗഖ്യത്തിന്റെ ആത്മാവായി വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിനായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. സമൂഹങ്ങളിലേക്ക് വരണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ജീസസ്. ഇരുകരങ്ങൾ കർത്താവിന് മുൻപിലേക്ക് തുറന്നു പിടിച്ച് നമ്മുടെ ജീവിതം കർത്താവിനാൽ പണിയപ്പെടുവാൻ, ദൈവവചനത്തിന്റെ മാധുര്യം അനുഭവിക്കുന്നവരായി നമ്മളെല്ലാം മാറ്റപ്പെടുവാൻ നമ്മൾക്ക് ഒന്നിച്ച് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. തിരുക്കരത്താൽ വഹിച്ചുവെന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ.
വചനം ധ്യാനിക്കുമ്പോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഇന്നോളം നമ്മളെ വഴി നടത്തിയ കർത്താവിൻ്റെ പരിപാലനയെയും അവിടുത്തെ അനന്തമായ കാരുണ്യത്തെയും അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യം, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യം. എൻ്റെ സഹോദരങ്ങളെ, ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലയളവിലാണ് നമ്മളായിരിക്കുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ, പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രവചന സന്ദേശങ്ങൾ, ആനുകാലിക സംഭവങ്ങളിലൂടെയുള്ള സ്വർഗത്തിൻ്റെ ഇടപെടലുകൾ, ഇതെല്ലാം നമ്മൾ ആത്മാവിൽ വിവേചിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ലോക ചരിത്രത്തിൽ മാത്രമല്ല സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലയളവാണ്. മറ്റേത് നാളുകളേക്കാൾ ഉപരി ദൈവജനം പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കേണ്ട നാളുകൾ. ഈ ഒരു സമയം പ്രാർത്ഥനയുടെ, ദൈവാരാധനയുടെ സമയമാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന തരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ യുഗാന്ത സഭയിലാണ് ആയിരിക്കുന്നത്. യുഗാന്ത സഭയോട് കർത്താവ് നൽകിയ സന്ദേശം എന്താണ്? ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 36 തിരുവചനം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കാലത്തിന്റെ സൂചനകൾ തിരിച്ചറിഞ്ഞ് ദൈവജനം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത, നമ്മൾ എന്തുമാത്രം പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് അറിയിക്കുകയാണ്. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം ഇന്നെന്താണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിനാശകരമായ വിധത്തിൽ വിശ്വാസത്യാഗങ്ങൾ, അനേകായിരങ്ങൾ സത്യവിശ്വാസം ഉപേക്ഷിച്ച് ലൗകികരായി ജീവിക്കുന്നു. ലോകവ്യാപകമായ അക്രമങ്ങള്, അനീതികള്, തീവ്രവാദ പ്രവർത്തികള്, വിനാശകരമായ ദൈവനിന്ദകള്, പാപമ്ലേച്ഛതയുടെ വർധനവ്, വഴിവിട്ട ലൈംഗിക രാജകത്വങ്ങള്, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, ഉഗ്രമായ മതപീഡനങ്ങൾ, ഈ അടയാളങ്ങളൊക്കെ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ദൈവജനം മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി കൈകൾ വിരിച്ച് ഈ തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ നിലവിളിക്കേണ്ട സമയമാണിതെന്ന് ആത്മാവ് നമുക്ക് ദൂത് തരികയാണ്. എന്റെ സഹോദരങ്ങളെ, ഇതൊരു തമാശയായി നമ്മൾ കാണരുത്. നമ്മൾ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു വിഷയമാണ് പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഇത് ലാഘവമായി നമ്മൾ ചിന്തിക്കരുത്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ സഭ അറിയിക്കുന്നുണ്ട്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനമാണ്. എല്ലാറ്റിനും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവജനം സമചിത്തരാകണം.
സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കണം. രണ്ടാമത് പറയുകയാണ്, പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാകണം, ജാഗ്രതയുള്ളവരാകണം. വാച്ച് ആൻഡ് പ്രേ. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, തിരുസഭയുടെ നവീകരണത്തിന് വേണ്ടി, എല്ലാ ജനപദങ്ങളിലും കർത്താവിന്റെ നിത്യജീവന്റെ അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി, ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള തീഷ്ണതയും ആഗ്രഹവും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, സക്രിയ പ്രവചനം 12:10, അന്ന് ഞാൻ ജെറുസലേമിന്റെ മേൽ എല്ലാ ജനതകളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ആത്മാവിനെ പകരും. പ്രാർത്ഥനയുടെ ആത്മാവിനെ ഞാൻ പകർന്നു തരും. സ്പിരിറ്റ് ഓഫ് പ്രേയർ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ അനോയിന്റിങ് ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായി വളരണം. നമ്മുടെ സമൂഹങ്ങളുടെ അടിസ്ഥാനം പ്രാർത്ഥനയായിരിക്കണം. നമ്മുടെ തലമുറകൾ പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ പൂരിതമാകണം. സഹോദരങ്ങളെ, നമുക്ക് എല്ലാം ഉണ്ട്, പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മൾ പാരലൈസ്ഡ് ആകും. ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, സൗന്ദര്യമുണ്ട്, ധനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ ആ വ്യക്തി തളർന്നു കിടക്കുകയാണ്. ശരീരത്തിൽ ഒരു ചെറിയ ചലനം പോലും ഇല്ലാതെ പൂർണ്ണമായും പാരലൈസ്ഡ് ആയൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഇതെല്ലാം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും പ്രാർത്ഥനയില്ലെങ്കിൽ, പ്രാർത്ഥനയുടെ ആത്മാവില്ലെങ്കിൽ എല്ലാം പാരലൈസ്ഡ് ആണ്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് തരുന്ന ഈ ആലോചനയുടെ വ്യാപ്തി നമ്മൾ വേണ്ടതുപോലെ ഗ്രഹിക്കണം. ദൈവത്തിന് റൂഹ പറയുന്നു, ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം? ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരാകണം, അതീവ ശ്രദ്ധ വേണം. എന്തുകൊണ്ട് കർത്താവ് നമ്മോട് ഈ കാലയളവിൽ അത് ആവശ്യപ്പെടുന്നത്? 2 കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നാമതായി, എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടം പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന സമയമാണിത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞ വെളിപാടിന്റെ കാലഘട്ടം. വെളിപാട് 12:12 കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാത്താൻ അധികാരം അല്പകാലത്തേക്ക് അനുവദിക്കപ്പെട്ട സമയം. മഹാനായ ലയോ 13-ാമൻ മാർപ്പാപ്പ കണ്ട ആ ഭീകര ദർശനത്തിന്റെ ക്ലൈമാക്സ് നാളുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്നു എല്ലാവിധ അരാജകത്വങ്ങളും തിന്മകളും മ്ലേച്ഛതകളും വിശ്വാസരാഹിത്യങ്ങളും ദൈവനിന്ദകള്, പരസ്യമായിട്ടുള്ള കർത്താവിനോട് കാണിക്കുന്ന അപമാനങ്ങൾ, അവഹേളനങ്ങള്, മതപീഡനങ്ങള്, കുടുംബങ്ങളുടെ തകർച്ചകൾ, അവിശ്വസ്തതകൾ, ലൈംഗിക അരാജകത്വങ്ങൾ എന്ന് വേണ്ട സകല പാപങ്ങൾ അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ദാനിയേൽ പ്രവചനം 8:23 പറയുന്നുണ്ട്, പാപികളുടെ പാപം അതിന്റെ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ, ശ്രദ്ധിച്ചേ, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ എല്ലാവിധ അരാജകത്വങ്ങൾ. ആ ഒരു കാലയളവിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വചനത്തിൽ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ പീഡ പുറത്തു പോവുകയില്ല, ഈ വർഗം പുറത്തു പോവുകയില്ല. ഉഗ്രമായ പൈശാചിക പോരാട്ടങ്ങളുള്ള ഈ കാലഘട്ടത്തില്, സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഈ നാളുകളിലെ പ്രാർത്ഥനയുടെ മഹാ ആയുധം ഓരോ ദൈവ പൈതലിന്റെ കരങ്ങളിൽ ഉണ്ടാകണം. മുട്ടുമടക്കി കൈവിരിച്ച് നിലവിളിക്കുവാനുള്ള ഒരു സമർപ്പണത്തിന് ഈ കാലഘട്ടത്തിൽ സഭാമക്കൾ വളരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, കർത്താവിന്റെ മനസ്സിലേക്ക് നോക്കിക്കേ. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം
പുറത്തു പോവുകയില്ല എന്നുള്ള നമ്മുടെ കർത്താവിന്റെ വചനം നമ്മൾ മറന്നു പോകരുത്. ഉപദേശങ്ങൾ കൊണ്ടോ സംഘടനാ പാഠം കൊണ്ടോ നമ്മുടെ മാനുഷികമായ കഴിവുകൾ കൊണ്ടോ പണം കൊണ്ടോ നമ്മുടെ സംഘടിതമായ ആൾബലം കൊണ്ടൊന്നും പിശാച് പുറത്തു പോയില്ല സഹോദരങ്ങളെ. അത് സംഭവിക്കണമെങ്കിൽ ശക്തമായ പ്രാർത്ഥനകൾ ഉയരണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നിലവിളിയോടെ പ്രാർത്ഥിക്കണം. അവിടെ ഡെലിവറൻസ് ഉണ്ടാകും. നമ്മുടെ തലമുറകൾ സൗഖ്യം പ്രാപിക്കും. നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ, കുടുംബ ബന്ധങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിൽ ചൂടുള്ളതായി തീരുവാൻ നിലവിളിയോടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഉഗ്രമായ ഡെലിവറൻസുകൾ സംഭവിക്കും. കർത്താവിന്റെ വിമോചന ശക്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്വർഗത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കണമെങ്കിൽ ഞാനും നീയും പ്രാർത്ഥിക്കുന്നവളാകണം. സഹോദരങ്ങൾ, എന്തുമാത്രം പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗങ്ങൾ കേട്ടാലും, പുസ്തകങ്ങൾ വായിച്ചാലും, ധ്യാനത്തിൽ പങ്കെടുത്താലും, സെമിനാറിൽ അറ്റൻഡ് ചെയ്താലും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. പ്രാർത്ഥനയ്ക്ക് പകരമായി ഒന്നുമില്ല. ഡിഗ്രികൾക്കോ കഠിനാധ്വാനത്തിനോ കഴിവുകൾക്കോ പരിശ്രമങ്ങൾക്കോ ഒന്നും പ്രാർത്ഥനയെ പകരം വെക്കാനാവില്ല. ഇതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന തന്നെയാണ് പകരം. ഇത് മനസ്സിലാക്കിയ അപ്പോസ്തലന്മാര് അപ്പോസ്തല പ്രവൃത്തി 6:4 കാണാൻ പറ്റും. അവരാത്മാവിൽ നിറഞ്ഞ് കർത്താവിന്റെ വചനത്തിന് ശക്തിയോടെ സാക്ഷ്യം നൽകുമ്പോൾ തന്നെ പ്രാർത്ഥന കൊണ്ട് അവർ സഭയെ പൊതിഞ്ഞു. തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അവർ സഭയെ പൊതിയുകയാണ്. സഭയ്ക്ക് അവർ മറയായി മാറുകയാണ്. സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ നിർവഹിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളെ പ്രാർത്ഥന കൊണ്ട് പൊതിയണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന കൊണ്ട് പൊതിയണം. നമ്മുടെ തലമുറകളെ, സമൂഹങ്ങളെ പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മൾ പൊതിയണം. അത്രമാത്രം പിശാച് പ്രബലപ്പെട്ടിരിക്കുക. എല്ലാവിധ അരാജകത്വങ്ങളും വെറിക്കൂത്തുകളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ തലമുറ മലിനപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ പരിശുദ്ധിയിൽ പരിരക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ഉയർത്തപ്പെടണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, സുലുക്കാട് സുവിശേഷം 22-ാം അധ്യായം 31-32 വചനങ്ങൾ. ശിമയോൻ പത്രോസ് നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ശിമയോൻ, ശിമയോൻ, പിശാച് നിന്നെ ഗോതമ്പ് പോലെ പാറ്റുവാൻ നോക്കി. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ, നീ നശിക്കാതിരിക്കാൻ, നീ തകർന്നു പോകാതിരിക്കാൻ ശിമയോൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ പിശാചിന്റെ പിടി പൊട്ടുകയാണ്. സാത്താന്റെ തന്ത്രങ്ങൾ തകരുകയാണ്. ശിമയോൻ പത്രോസിന്റെ മേലുള്ള പിശാചിന്റെ ആക്രമണങ്ങള് ഛിന്ന ഭിന്നമായി പോവുകയാണ്. ഏതിലൂടെ? പ്രാർത്ഥനയിലൂടെയാണ്. എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യെസ്, ഞാൻ പ്രാർത്ഥിച്ചു നിനക്ക് വേണ്ടി, നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ. എൻ്റെ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് നമ്മുടെ തലമുറകൾ വിശ്വാസത്തിൽ ക്ഷയിച്ചു പോകാതിരിക്കാൻ തലമുറകൾക്ക് വേണ്ടി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾ ഉണരേണ്ട സമയമായി. നമ്മുടെ സഭാ കൂട്ടായ്മകൾ വിശ്വാസത്തിൽ കത്തി ജ്വലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കരങ്ങൾ ഉയർത്താൻ തീരുമാനമുള്ളവരെ സഭയിൽ ഉണരേണ്ട സമയം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ സഭയിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസം കാട്ടുതീ പോലെ തിരുസഭയിൽ കത്തിപ്പടരുവാൻ, തിരുസഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ളവർ ഉണരേണ്ട നാളുകളാണിത്. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുന്ന പ്രവാചകരായി നമ്മൾ മാറണം. മിനിസ്ട്രി ഓഫ് ടിയേഴ്സ്, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മൾ മാറ്റപ്പെടണം. സഹോദരങ്ങളെ, ആത്മാവ് തരുന്ന ഈ ആലോചനകൾ അവഗണിക്കരുത്. ഒന്നാമതായി, ഡെലിവറൻസുകൾ സംഭവിക്കാൻ, ഉഗ്രമായ വിമോചനങ്ങൾ ഉണ്ടാകാൻ, ആത്മാവിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതങ്ങൾ നിറവേറപ്പെടുവാൻ പ്രാർത്ഥനയുടെ കരങ്ങൾ നമ്മൾ ഉയർത്തണം. രണ്ടാമതായി, ആത്മാവിന്റെ പകർച്ചയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് എന്താണ് സ്വർഗം ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കുകയാണ്.
നമ്മുടെ കുടുംബങ്ങളിൽ ആത്മപകർച്ച ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മ തലമുറകളാകണം. നമ്മുടെ സഭാ സമൂഹങ്ങൾ ആത്മാവിന്റെ തീനാവുകളാകണം. എല്ലായിടങ്ങളിലും ശക്തമായ ആത്മപകർച്ചയുണ്ടാവണം. അതിനുള്ള വഴി എന്താ? പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ ഉദാഹരണം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണാം. 1-ാം അധ്യായം 14-ാം വചനത്തിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യസമൂഹം പ്രാർത്ഥിക്കുകയാണ്. അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഏക മനസ്സോടെ. ഒറ്റ ലക്ഷ്യമുള്ളൂ, ആത്മാവിന്റെ പകർച്ച, ആത്മസ്നാനം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. അവരതിനായി ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. 10 ദിവസക്കാലം തീഷ്ണതയോട് ആത്മപകർച്ചയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. റിസൾട്ട് എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തനം 2:4 വരിക. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രവർത്തിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവ് ഇറങ്ങി വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയട്ടെ. നമ്മുടെ തലമുറകൾ ആത്മാവിന് തീ പടരട്ടെ. നമ്മുടെ സഭയിൽ റുഹായുടെ കാറ്റ് വീശി അടിക്കട്ടെ. അതിനുവേണ്ടി കരങ്ങൾ വിരിക്കാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിക്കാൻ നമുക്ക് കഴിയുമോ? സ്വർഗത്തിന്റെ ചോദ്യത്തിന് യെസ് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? സഹോദരങ്ങളെ, ഇത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയം. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 4:23 പറയുന്നു, അവരേക മനസ്സോടെ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, എല്ലാറ്റിനെയും അധിപനായ ദൈവമേ. ഒരു വലിയ പീഡനത്തിന് മുൻപിൽ സഭ നിൽക്കുകയാണ്. ഉഗ്രമായ പ്രതിസന്ധിയുടെ മുൻപിൽ സഭ നിൽക്കുന്നു. ഈ സമയത്ത് സഭാ മക്കളെല്ലാം സമ്മേളിച്ച് അവർ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 4:31 പറയുന്നു, അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, കർത്താവിന്റെ മഹത്വം ഇറങ്ങി, ആത്മശക്തി അവിടെ വ്യാപരിച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ധൈര്യപൂർവം വചനം പ്രസംഗിച്ചു. സഹോദരങ്ങൾ, ഇത് സഭയിൽ സംഭവിക്കട്ടെ. വീട്ടൊരു പുതിയ പെന്തക്കോസ്ത് സഭയിൽ ഉണ്ടാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. നമ്മുടെ കൂട്ടായ്മകളിൽ സംഭവിക്കട്ടെ. ലോകം മുഴുവനിലും സംഭവിക്കട്ടെ. ഇത് സംഭവിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള കർത്താവിന്റെ പദ്ധതി മനസ്സിലാക്കി, പരിശുദ്ധാത്മാവിന്റെ സ്വപ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി മുട്ടുമടക്കി കൈവരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ളവരെ ധാരാളമായി സഭയിൽ ഉണരണം. അതിൽ ഒരുവനുമായി ഞാനും നിങ്ങൾ മാറ്റപ്പെടുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അതിനായിട്ട് നീ അനോയിന്റ് ചെയ്യണമേ. കർത്താവെ, ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. ഈ ഒരു അഭിഷേകത്തിൽ ഞങ്ങളെ അവിടുന്ന് വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവിടത്തോട് കൂടെ ആയിരിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം.